വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധം ആളിക്കത്തുന്നു. നരേന്ദ്രമോദിയുടെ വാരണാസിയിലും വോട്ടർ പട്ടികയിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്ന കോൺഗ്രസ്. സെപ്റ്റംബർ 1-ന് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ റാലിയിലൂടെ ബിജെപിയിലൂടെ വോട്ട് തിരിമറി തുറന്നു കാട്ടുമെന്ന സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി. അതേസമയം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അഖിലേഷ് യാദവും ഉൾപ്പെടെ മത്സരിച്ച മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്ന പ്രത്യാരോപണവുമായി ബിജെപിയും രംഗത്തെത്തി. രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്ന് തുറന്നുകാട്ടി പ്രതിപക്ഷം കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയാണ്. നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലും വോട്ടർ ലിസ്റ്റിൽ ക്രമക്കേട് നടന്നുവെന്നാണ് പുതിയ ആരോപണം. വാരണാസിയിലെ കശ്മീരിഗഞ്ച് മേഖലയിലെ 51-ാം നമ്പർ വാർഡിൽ ഒരാളുടെ മക്കളെന്ന പേരിൽ 50 വോട്ടർമാരുണ്ടെന്നായിരുന്നു ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ ആരോപണം. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തത്തോടെ മറുപടി നൽകണമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 1-ന് ബീഹാറിൽ ഇന്ത്യ സഖ്യം ജനകീയ റാലി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷനും ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ സഹപ്രവർത്തകരും എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ അതോറിറ്റിയുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. അവരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവമാനകരമായ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടണം എന്ന് ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും ഈ വോട്ട് തിരിമറി, തെരഞ്ഞെടുപ്പ് നടപടിക്രമത്തിൻ്റെ തിരിമറി അത് തുറന്നു കാണിച്ചുകൊണ്ടുള്ള സമരം ഒറ്റയ്ക്കും കൂട്ടായും ദേശീയ ഇന്ത്യ ബ്ലോക്ക് പാർട്ടികളുടെ ആഭിമുഖ്യത്തിൽ നടക്കാൻ പോവുകയാണ്. വോട്ട് ക്രമക്കേട് ചൂണ്ടിക്കാട്ടാൻ കോൺഗ്രസ് ആരംഭിച്ച വോട്ട് ചോരി വെബ്സൈറ്റിലൂടെ ബിജെപിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പരിഹസിച്ച് പ്രചരണ വീഡിയോയും പുറത്തുവന്നു. രാഹുൽ ഗാന്ധി തന്റെ എക്സിലൂടെ വീഡിയോ പുറത്തുവിട്ടു. അതേസമയം നെഹ്റു കുടുംബമാണ് വോട്ട് തിരിമറി നടത്തിയതെന്ന ആരോപണവുമായി ബിജെപി രംഗത്തെത്തി. 1983-ൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച സോണിയാഗാന്ധി അതിനു മുൻപായി 1980-ൽ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടുവെന്ന് അനുരാഗ് ഠാക്കൂർ ആരോപിച്ചു. വയനാട്, റായ്ബറേലി മണ്ഡലങ്ങളിലും വ്യാജ വോട്ട് നടന്നു. അഖിലേഷ് യാദവിന്റെ കാനൂജ് മണ്ഡലത്തിൽ ഡിംപിൾ യാദവിന്റെ മെയിൻപുരിയിലും അഭിഷേക് ബാനർജിയുടെ ഡയമണ്ട് ഹാർബറിലും എം.കെ. സ്റ്റാലിന്റെ കോലാത്തൂരിലും വോട്ട് തിരിമറി നടന്നുവെന്ന് ബിജെപിയും ആരോപണം ഉന്നയിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.